മക്കളെ പടക്കണ വാലത്തൻ വെരി 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 വെരി. അപ്പൊ ഇന്ന് നമ്മള് വാലത്തുമ്പോ പോയിട്ട് എന്തിനാണെന്നറിയാമോ? വാലാത്തനെ പിടിക്കാൻ. ചെമ്മി കോർത്ത് വാലാത്തനെ പിടിക്കാൻ വേണ്ടി ആദ്യം ചൂണ്ടെടുത്ത് അപ്പം നോക്കിയപ്പോ ചൂണ്ടേമല് എന്ത് ചെയ്യാ, കൊളത്തില്ല. അപ്പൊ പിന്നെ കൊളത്ത് ഹുക്ക് ഒന്ന് പതിക്കണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ഇടയിലിട്ട് ഇങ്ങളെ ലേഖാക്കണ്ട വെച്ചിട്ട് അത് ഞാൻ ലാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾ ലാസ്റ്റ് പോയി കണ്ടോളി. അപ്പൊ ചെമ്മി കൊളത്താൻ നോക്കിയപ്പോ അവൻ ചാടിപ്പോയി. അവനെ വീണ്ടും പിടിച്ച് ചെമ്മി നൈസായിട്ടുണ്ട് കോർത്തിട്ടാ. പക്ഷെ മുടച്ചെമ്മീൻ അധികം കിട്ടൂല എന്നാ പറയാ. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കാത്തുനിന്ന് പാലത്തുമ്പോ കൂടെ വണ്ടിയൊക്കെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വാലാത്തടിച്ചിന് കണ്ടോളി മക്കളെ. ഇതാക്കണ് പെടച്ചങ്ങട് ചാടണ് തുള്ളിക്കളിക്കണ പുള്ളിപ്പുഴു. അങ്ങനെ ആ പെടക്കണ ബാലാത്തനെ ഞമ്മക്ക് കിട്ടി. വലിയ സൈസൊന്നും ഇല്ലെങ്കിലും ഞമ്മക്ക് സന്തോഷമായി. വെറുതെ വർത്താനം പറഞ്ഞിരാ അവിടെ പാലത്തുമ്പ് കുതിരിക്കാന്ന് വേണ്ടി വരുമ്പോ 2-3 ചെമ്മി എടുത്ത് പോന്നതാ. അപ്പം സംഭവം കിടുക്കൻ. ഇതിന്റെ കണ്ണ് തിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ചെകിളപ്പൂക്കളും അടിപൊളി തിളക്കാണ്. ഇതിങ്ങനെ അങ്ങനെ 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 തിളങ്ങണുണ്ടല്ലോ ലൈറ്റില്, പൊള്ളി. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതിൽ നമുക്ക് ഒരു വാലത്തിനെ വിട്ടിട്ടുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളവിടെ നിന്ന്. പക്ഷെ പിന്നെ വേറെ ഒന്നും നമുക്ക് കൊത്തിയില്ലെങ്കിലും നമ്മളെ സ്വറവർത്താനം ചെക്കന്മാർ കൂടുമ്പോൾ ഉണ്ടാവണ ഒരു വർത്താനങ്ങൾ പറച്ചിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആ സമയം അങ്ങനെ തീർത്ത്. അങ്ങനെ ഇനി സുന്ദരമായ ഈ വീഡിയോ വേണമെങ്കിൽ കുറച്ചു നേരം ഒന്ന് കണ്ടു നോക്കി. അപ്പോഴാണ് നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞത്. ഈ വാലാത്ത ഉണ്ടല്ല, ഈ വാലാത്തന്റെ ഇറച്ചി ഒരു വേറെ പ്രത്യേകതയാണ്. ഇറച്ചിയിൽ മുഴുവൻ മുള്ളായിരിക്കും. പിന്നെ ഒരു തരം സോഫ്റ്റ് ആയിരിക്കും, ഒരു പഞ്ഞി ടൈപ്പ് ഇറച്ചിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അധിക നേരം നമ്മൾ പുറത്ത് വെച്ച് നിന്ന മറ്റേ മീനുമാതിരിയല്ല, പെട്ടെന്ന് കേടുവരും ഇതിന്റെ ഇറച്ചി. അപ്പൊ അതുകൊണ്ട് പിന്നെ പൊരിച്ചാലോ കരച്ചാലോ ഒന്നും ഒരു രസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊന്ന് എടുത്താണ്ട് പൊന്തിച്ച് കാണിച്ചു തരാം. ഇത്ര വലിപ്പമുണ്ടെന്നൊന്ന് കാണല്ല. ഒരു സന്തോഷാട്ടോ അതേപോലത്തെ സാധനങ്ങൾ. പക്ഷെ ഇതേമാരത്തെ വലിയ വലിയ വാലാത്തന്മാരൊക്കെ ഉണ്ടാവൂട്ടാ. പക്ഷെ അതിന് ഞമ്മക്ക് കിട്ടിയില്ല. പിന്നെ അവിടെ ഏകദേശം ഒരു 10 ചൂണ്ടക്കാരെങ്കിലും ഉണ്ടാവും ആ പാലത്തമ്മിൽ. പക്ഷെ ഞമ്മക്ക് മാത്രമേ പാലത്തിന് കിട്ടിയിട്ടുള്ളൂ. അതാണ് നമ്മളെ ഒരു മീൻ ഭാഗ്യം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പാലത്തുമ്മ കൂടെ വണ്ടികളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ പ്രേക്ഷകരോട് എല്ലാവരും പറയാനുള്ളത്, മീൻപിടുത്ത യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് കൂടെ. അപ്പോൾ നമ്മൾ ചൈനീസ് കുളത്താണ് നമ്മളിതിന് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റത്തൊരു ഓട്ടം ഉണ്ടാവും, ഒരു ഹോൾസ്. നമ്മളെ സാധാ ഹുക്കിൻ്റെ മാതിരിയല്ല. അപ്പോൾ അതിലൂടെ ഗഡ്സ് കടത്തി വിട്ടിട്ട് പിന്നെ ബാക്കി നമ്മൾ സാധാ ചൂണ്ട പൊതിക്കണമാതിരി തന്നെ ഒന്ന് വളച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു 5, 6, 7 ചുറ്റാണ്ട് എടുത്തിട്ട് ഫസ്റ്റ് ഇട്ട് ആ ഒരു മടക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒരൊറ്റ വലി. സംഭവം ഹുക്ക്.